STAPE. If technology is science in practice, STAPE is where you can make it all happen. STAPE is a platform for building engineers and scientists. STAPE-il അംഗമാകുക. ഇനി മലയാളത്തിൽ പഠിക്കാം. One of the superstars that from the industry had once told me, I wish you would smile more, Parvathy. I wish you would be more happy, Choose your peace of mind over other things. And my answer was, you think I haven't tried? Like, I have tried to keep quiet. I have tried to sometimes choose just complete silence. Until I realized that eniki oru prashnam varumbo, I would like to turn around and then think that arengilu undavu. Help cheyan. I am just being what I want. എനിക്ക് എന്താണോ കിട്ടാൻ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ ആയി മാറാൻ ശ്രമിക്കുന്നു. പാർവതി, അപ്പം വീണ്ടും ഒരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ അവസാനമായിട്ട് സംസാരിച്ച സമയത്ത് പുഴുവിനെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആസ് എൻ ആക്ടർ മമ്മൂക്കയുടെ ഒരു നെവർ ബിഫോർ റോളാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അത് തൊട്ട് മുന്നിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനിരിക്കുന്നു. പുഴു ഓപ്റ്റ് ചെയ്ത അതേ എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ഷൂട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നത്? യെസ്, ഡെഫിനറ്റ്ലി. എനിക്കങ്ങനെ കൺസേണോ ഡൗട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ ഹൗ രതീന ഈസ് ഗോയിങ് ടു make the film. Of course, it's her first film. And പക്ഷേ രതീനയുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ her journey as being ഒരു പ്രൊഡക്ഷനിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ഈ സ്പേസിലേക്ക് വരുമ്പം ഇറ്റ്സ് ഓൾസോ വാച്ചിങ് one of your fellow women making it. So എനിക്ക് തോന്നുന്നത് അതും എനിക്ക് ഭയങ്കര ഒരു വലിയൊരു കാര്യമായിരുന്നു, ടു വാച്ച് ഹെർ മേക്ക് ദ ഫിലിം. അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഹർഷദ്ക്ക് അവിടെ എപ്പോഴും ഉണ്ടാവും. അതിന് മുമ്പുള്ള കോൺവെർസേഷനിൽ സുഹാസും ഷർഫും ഒക്കെ ഉണ്ടായിരുന്നു. സോ സ്ക്രിപ്റ്റ് വൈസ് തിങ്സ് ആർ സോളിഡ്. കാര്യം ക്യാരക്ടറിൻ്റെ എല്ലാ ബാക്ക് സ്റ്റോറി ആർക്കെല്ലാം സെറ്റാണ്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ഹൗ ദേ മേക്ക് ദ ഫിലിം. ആൻഡ് മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യുന്നതും ഐ ഹാവ് can't say that also. I have a co-actor with whom എനിക്ക് ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് വേറൊരു ആക്ടറിൻ്റെ കൂടെയാണ്. ആൻഡ് ഐ ഹാവ് ദാറ്റ് ഇസ് കുറേയും കൂടെ പവർഫുൾ. നമുക്ക് ഞാനിത് മുമ്പ് ചെയ്യാത്തൊരു സ്പേസാണ് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ. സോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഓൾറെഡി. കാര്യം ഒരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഹി വാസ് ഗിവിങ് ഇറ്റ് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ കംസ് ടു പെർഫോമിങ് വിത്ത് മമ്മൂക്ക. ആൻഡ് ഇറ്റ്സ് ലൈക്ക് മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യുന്ന സമയത്ത് യു ഓൾവേസ് റിമെമ്പർ ദ പ്രോജക്ട്സ് യു വാച്ച്ഡ്. മൂപ്പരുടെ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഞെട്ടി നിൽക്കുന്നുള്ള പെർഫോമൻസ്. ചിലതൊക്കെ ചില കണ്ണിലുള്ള ചില തിളക്കം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ വെൻ യു ആർ പെർഫോമിങ് വിത്ത് സമ്മൺ നമ്മൾ ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യില്ല. കാര്യം നമ്മളും വി ആർ ഓൾസോ ബിസി പെർഫോമിങ് വിത്ത് ദം. പക്ഷെ അല്ലാതെ ഒബ്സർവ് ചെയ്യുന്ന ചില ഷോർട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, സോ ദിസ് ഇസ് വെയർ ഇറ്റ് കംസ് ഫ്രം. ഓക്കെ, ദിസ് ഇസ് ഹൗ ഹി ഡസ് ഇറ്റ്. സോ ഇൻ എ ലോട്ട് ഓഫ് വേസ് എനിക്ക് എൻ്റെ ബിലീവ്സിനെ റീഅഫേം ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. ആൻഡ് ലോട്ട് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ഓൾസോ ഫോർ മീ. ബിക്കോസ് ഓരോ ഫിലിം സെറ്റും brings a whole new working relationship style with people. So ആ എനർജിയുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് വരിക എന്ന് പറയുന്നത് അത് പോസ്റ്റ് കോവിഡ് ആർക്കറിയാം കഴിഞ്ഞതിന് ശേഷം സോളിഡായിട്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് പുഴുവായിരുന്നു. സോ ബൈ ദാറ്റ് ടൈം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു റീവയറിങ് നടന്നിട്ടുണ്ട്, ഒരു പോസ്റ്റ് പാൻഡമിക് റീവയറിങ്. സോ ഇറ്റ് വാസ് ചാലഞ്ചിങ് ദാറ്റ് വേ. ഇപ്പം നമ്മൾ കണ്ട പാർവതി അതിനുശേഷം സിനിമ ചെയ്തു. പക്ഷേ ഈ നമ്മളൊരു പ്രീ പാൻഡമിക് നമ്മൾ കണ്ട സിനിമയിലൊക്കെ ഈ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രോമാറ്റിക് സ്റ്റേജസ് പല രീതിയിലുള്ളത്. ഇപ്പോൾ ഉയരെ മുതൽ ഇങ്ങോട്ടുള്ള സിനിമയിൽ നോക്കിയാൽ അറിയാം. പിന്നെ ഷേർലിയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ട്രോമ വരുന്നതാണ്. ഇതിലും വന്ന ടീസറിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ഇൻഫർമേഷൻ ആ ടീസറിനൊക്കെ കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റേണൽ ലേയേഴ്സിലേക്ക് പോകുന്ന ഒരു സിനിമ എന്നുള്ളതാണ്. അതേ ആ നിലയ്ക്ക് കൂടി ഒരു എന്താ പറയുക ഭയങ്കര പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് എൻ്റെ the most about my character is എത്ര നമ്മൾ പെർഫോം ചെയ്യാതിരിക്കാൻ പറ്റും അത്ര ചെയ്യണം എന്നുള്ളതായിരുന്നു. ആസ് മച്ച് as you cannot like അത് ഇൻഹെബിറ്റ് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്. ഒരു ഫ്രെയിമിൽ എൻ്റെ ക്യാരക്ടർ നിൽക്കുകയാണെങ്കിൽ കാണാതിരിക്കാൻ പറ്റണം. യു ഷുഡ് കൈൻഡ് ഓഫ് ലൈക്ക് ബി ഇൻവിസിബിൾ എ ലിറ്റിൽ.
ആ സ്പേസിലാണ് എൻ്റെ ക്യാരക്ടർ നിൽക്കുന്നത്. പക്ഷേ കഥ ഈ കഥാപാത്രത്തിനെ എപ്പോഴാണോ ഫ്രണ്ട് ആൻഡ് സെൻറ്ററിൽ നിർത്തുന്നത് അപ്പം ആണ് നമുക്ക് ശരിക്കും മുറിവുകളും വേദനകളും കാര്യങ്ങളും കാണാൻ കഴിയുള്ളൂ. അതുവരെയുള്ള അപ്പം അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈഫിൽ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് മീ. ഞാനൊക്കെ ആണെങ്കിൽ വരികയാണെങ്കിൽ ഒരു ഓർക്കസ്ട്ര കൂടെ വരും. ആ രീതിയിലാണ് when I enter a room. I'm here, I've arrived. പക്ഷേ there are some people who come and they are probably ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നേരം നമ്മൾ ചോദിച്ചു പോകും. നോട്ട് ദാറ്റ് they are not important. പക്ഷേ അവർ യൂസ്ഡ് ആണ് ബൈ ബീങ് എ ലിറ്റിൽ ഇൻവിസിബിൾ. സോ ഐഡ് സേ അതിലൊരു ആർക്കുണ്ട് എൻ്റെ ക്യാരക്ടറിന് പടത്തിൽ. പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത്. കാര്യം ദർ ഇസ് എ പ്രസൻസ് ദാറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഞാൻ ഫിലിംസ് അഭിനയിച്ച് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഫ്രണ്ട് സെൻറ്റർ എനർജി ഉണ്ട്. മൈ ക്യാരക്ടർ ഇൻ പുഴു ഡസ് നോട്ട് ഹാവ് ദാറ്റ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഈവൻ ആർക്കറിയാമലി ഷെർലി ഓൾസോ ഹാസ് ദാറ്റ്. ഷെർലിയും ഒരു സീനിലുണ്ടെങ്കിൽ ഷീ ഈസ് പ്രസൻറ്റ്, യു കെൻ സീ ഹൗ. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് വിത്ത് ദിസ്. ഇതിൽ പലതും വളരെ അണ്ടർസ്റ്റേറ്റഡ് ഒരു vanilla flavor is what I call her every time. Like her presence is very vanilla. Like there are some people who really like vanilla flavors, right? അങ്ങനത്തെ കുറച്ച് ചെറിയ ആൾക്കാരുണ്ട്. Like I'm one of them. പക്ഷേ അതിൻ്റെ ഡെപ്ത് ഇസ് another thing altogether. That doesn't mean അവർക്ക് ഡെപ്ത് ഇല്ല എന്നുള്ളതല്ല. They choose not to share. അത് അങ്ങനെ ഒരു സംഭവമാണ്. ഈ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 40+ വരുന്ന അഭിനയ ജീവിതത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ നിന്നൊരു വിമൻ ഫിലിം മേക്കറുടെ ഈ വന്നത് ഒരു WCCയുടെ 5ാം വർഷത്തിലേക്കുള്ളൊരു ജേണി നോക്കിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം ഉണ്ടാക്കുക, ഒരു ഇത് ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു അങ്ങനൊരു ഉൾക്കാഴ്ച കൂടി മുന്നോട്ട് വെക്കുകയാണല്ലോ. ഒരു വിമൻ ഫിലിം മേക്കർ സിനിമ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ അഞ്ജലിയോട് അല്ലെങ്കിൽ അഞ്ജലിക്കൊപ്പം വർക്ക് ചെയ്തവരോട് ഇപ്പം നിത്യയോട് സംസാരിക്കുമ്പോൾ ഇന്ദു ഒരു വിമൻ ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്, ഇതിലേക്ക് വരുമ്പോൾ റത്തീന എന്ന് പറയുന്ന ഒരാൾ ഒരു വിമൻ ഫിലിം മേക്കറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ചുറ്റുപാട് അന്തരീക്ഷം ഫിലിം മേക്കിംഗ് അതിൻ്റെ പ്രോസസ്സ് അതിൻ്റെ ഒരു എൻറ്റയർ എക്സ്പീരിയൻസിൽ എന്താണ് ഒരു പുതുതായിട്ട് അനുഭവപ്പെടുന്നത്? എന്തറിയോ അതിൻ്റെ ഒരു ഓവർ ആച്ചിങ് ഒരു ബ്രോഡ് പിക്ചർ പറയുകയാണെങ്കിൽ ഇറ്റ് ഫീൽസ് ബെറ്റർ ബിക്കോസ് ഐ ഫീൽ റെപ്രസെൻറ്റഡ്. ഒരു സെറ്റിൽ ഒരു 15 to ഒരു 30 പേരുണ്ടെങ്കിൽ 2 സ്ത്രീകളായിരിക്കും. 50 പേരുണ്ടെങ്കിലും 2 സ്ത്രീകളായിരിക്കും. 100 പേരുണ്ടെങ്കിലും 2 സ്ത്രീകളായിരിക്കും. ഇങ്ങനത്തെ സ്പേസിൽ നിന്ന് നോക്കുമ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 സ്ത്രീകൾ ഇപ്പോൾ ഉണ്ട് കമ്പയർഡ് ടു 50:1 എന്നുള്ള റേഷ്യോസ് 50:5. സഡൻലി മേക്സ് യു ഫീൽ എ ലിറ്റിൽ മോർ സീൻ. യുവർ പ്രോബ്ലംസ് ആർ ഇമ്പോർട്ടൻറ്റ്. കാരണം അതാണ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ടു എ മൈനോറിറ്റി. വെൻ യു ആർ എ മൈനോറിറ്റി യുവർ പ്രോബ്ലംസ് ആർ നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ മെജോറിറ്റി. ആൻഡ് അത് എത്ര നമ്മൾ ഉദ്ദേശം അതായിരുന്നില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ആയി വരുള്ളൂ. അത് ചെയ്തികളിൽ അത് വരും. സോ ആ മാറ്റം എന്തായാലും ഐ കൻ സീ ഇറ്റ് ഹാപ്പൻ. Recently I did a project, I can't talk about it because it has not decided അത് വരുമോ ഇല്ല എന്നുള്ളത്. അതിൽ ആ ഫിലിം സെറ്റിൽ 18 ക്രൂ മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ആക്ടേഴ്സ് 18 ആൾക്കാരാണുള്ളത്. അതിൽ 11 were women and 6 men. And 3 of the men who worked in it, DOP was a man and the assistant was a man. We're all having a rap party after that thing and they were all like, this is different, this feels different. എങ്ങനെയാണ് ഡിഫറെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഫിംഗർ കുത്തിയിലേക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പക്ഷേ they also felt like something very different about the energy, which is good. But also അവർക്കതൊരു കുറച്ച് അൺസെറ്റിലിംഗ് ആയിരുന്നു. കാര്യം അവർ യൂഷ്വലി അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു എനർജി എക്സ്ചേഞ്ച് അല്ല നടക്കുന്നത് when the maximum members are women. So I'm saying better or worse എന്നുള്ളതല്ല. When you have more of all genders coming in, you have a lot more engagement with each other in terms of energies. And അതൊരു കഥാർസിസിലേക്ക് ലീഡ് ചെയ്യും, അതൊരു പേർജിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അതൊക്കെ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി വെരി പെയിൻഫുൾ ഓൾസോ ബിക്കോസ് യുവർ ഈഗോ ഹാസ് ടു ബി കെപ്റ്റ് ഇൻ ചെക്ക്. യു വിൽ സേ ദ റോങ് തിങ്സ്, യു ആർ ഹേർട്ടിങ് പീപ്പിൾ. അതൊക്കെ നോക്കേണ്ടി വരും. ആ ഒരു ഗ്രോത്തിലേക്കാണ് ഇൻഡസ്ട്രി പോകുന്നത് ജനറലി സ്പീക്കിംഗ്. ആൻഡ് ഫോർ ദാറ്റ് റതീന കമ്മിങ് ഓൺ ബോർഡ് ലൈക്ക് ദിസ് ആൻഡ് അതിനെ അങ്ങനത്തെ സ്റ്റോറി and a newcomer director who is a woman is a kind of an act that a producer should do. അതിന് കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. In that way it really works out well for us. നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇപ്പം ഒരു പോസ്റ്റ് പാൻഡമിക് ആണ് നോക്കുകയാണെങ്കിലും ഈ ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള സ്പേസിലേക്ക് മലയാള സിനിമ അതിൻ്റെ ഒരു കണ്ടന്റിൻ്റെ ഒക്കെ രീതിയിൽ വലിയ രീതിയിൽ
പ്രൈസ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ അതിലേതെങ്കിലും തരത്തിലുള്ളൊരു ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ഒരു ഫെമിനൈൻ നെഗറ്റീവിലൊന്നും വന്ന സിനിമകളല്ല. എന്നാൽ പിന്നെ ഒരു ടോട്ടൽ അതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ രീതിയിൽ ഭയങ്കര പ്രൈസ് ചെയ്യപ്പെടുന്നു, മലയാള സിനിമയുടെ വരുന്നു. അതേസമയം തന്നെ ഭയങ്കര വൈരുദ്ധ്യമായിട്ട് കാണുന്നത് ഇൻഡസ്ട്രി അതിൻ്റെ സ്വഭാവത്തിൽ. ഇപ്പം 5 വർഷം WCC ഇതേ മുദ്രാവാക്യമായിട്ട് വരികയാണ്, അല്ലെങ്കിൽ പല നിലയ്ക്കുള്ള അവയർനെസ് എല്ലാ ദിവസവും, ഏറെക്കുറെ എല്ലാ ദിവസവും പല നിലയ്ക്ക് അതിൻ്റെ ഇൻജസ്റ്റിസിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടന്റിൽ വരുന്ന ഈ പറഞ്ഞ മാറ്റങ്ങൾ, ചേഞ്ചസ്, അല്ലെങ്കിൽ വലിയ ഉൾക്കാഴ്ചകൾ, അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയുടെ കാര്യത്തിൽ അതിന് സമാനമായിട്ട് ഇൻഡസ്ട്രി അതിൻ്റെ ചുറ്റുപാടിൽ, അന്തരീക്ഷത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ മാറി വരുന്നുണ്ടോ ലാസ്റ്റ് 5 years? ഡെഫിനറ്റ്ലി യെസ്. ഞാൻ എപ്പോഴും ഇതിന് മുമ്പ് ഞാൻ മനീഷിനോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, നോട്ട് ഫാസ്റ്റ് ഇനഫ്, കുറച്ചും കൂടെ വേഗതയിലാവാം എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഏതൊരു ഇപ്പോൾ ചില റിലേഷൻഷിപ്സ് എടുത്ത് നോക്കുമ്പം വെൻ വൺ പേഴ്സൺ ലൈസ് ഇൻ എ റിലേഷൻഷിപ്പ്, റൈറ്റ്, നമ്മൾ ബിട്രേ ചെയ്യുമ്പോൾ, ഒരാളെ ബിട്രേ ചെയ്യുകയാണെങ്കിൽ യു ആർ ഓൾസോ വേസ്റ്റിംഗ് ദി അതർ പേഴ്സൺസ് ടൈം എന്ന് പറയില്ലേ. ഞാൻ ആ ഒരു മെറ്റഫറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇൻഡസ്ട്രിയിൽ എത്രത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ സേഫ് സ്പേസ്. നമുക്ക് പണിഷ് ചെയ്യേണ്ട കാര്യം, നമുക്ക് പ്രിവെൻറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പണിഷ്മെൻറ്റ് ഒഴിവാക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചില അവകാശങ്ങൾ ചോദിക്കുന്നത്. ബേസിക് ഹ്യൂമൻ തിങ്സ് ദാറ്റ് വി ആർ ആസ്കിങ്. ഇത് ഡിലേ ആവും തോറും യു ആർ വേസ്റ്റിംഗ് മൈ ടൈം, യു ആർ വേസ്റ്റിംഗ് മൈ ലൈഫ്, യു ആർ വേസ്റ്റിംഗ് മൈ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പം എനിക്ക് ആ ഒരു സെൻസ് ഓഫ് ഏർജൻസി ഉണ്ട് ഇപ്പം. നോട്ട് ഇൻ ടേംസ് ഓഫ് എൻ്റെ കരിയർ ഈ ലെവലിൽ പോകണം, അല്ലെങ്കിൽ ഈ പടം ചെയ്യണം, ഇത്രയും മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യണം, നോ, നോട്ട് ദാറ്റ്, ബട്ട് മോർ ലൈക്ക് when I'm looking around, എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, when I'm looking around the army of women that we have, they have been waiting for 15-16 years to get one opportunity. or ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 15-16 years ആണോ നിങ്ങൾ വെയിറ്റ് ചെയ്തത് ഒരു കഥ ഒരാൾ ഒരു ആക്ടർ കേൾക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ കേട്ട് നോക്കാം എന്ന് പറയാൻ? ഐ ലൈക്ക് വെൻ ഒരു ന്യൂ കമർ, ഒരു അസോസിയേറ്റ്, ഞാൻ അവരുടെ സ്ട്രഗിളിനെ കുറച്ച് കാണുകയല്ല മനീഷ്, പക്ഷേ ഇഫ് ഇറ്റ്സ് എ ബോയ് ഹു കംസ് ഇൻ ടു ദി ഇൻഡസ്ട്രി, they have a lot more confident in making it to the producer than a girl who comes in. പാർവതിയോട് എനിക്കൊന്ന് കഴിഞ്ഞ 2 വർഷം നോക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനും വ്യക്തിപരമായിട്ട് നേരത്തെ ചോദിക്കാത്ത കാര്യങ്ങൾ ചോദിക്കണം. ഉറപ്പായും എല്ലാ ദിവസവും പാർവതി പിന്നെ കേരളത്തിൻ്റെ WCC ആണെങ്കിൽ ഹേമ കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഇതല്ലാതെ വർത്തമാന രാഷ്ട്രീയത്തിലിടാം. സ്വയമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മെയിൻലി താരങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരുന്നത് ചിലപ്പോൾ റിക്വസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ ദയവായി WCC ഒഴിവാക്കൂ, ദയവായി പൊളിറ്റിക്കൽ കറൻറ്റ്നെസ് ഒഴിവാക്കൂ, ഈ പ്രസന്റ് പൊളിറ്റിക്സിനെ കുറിച്ചും കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും എന്നോട് ഒന്നും ചോദിക്കരുത്, നമുക്ക് എൻറ്റേർലി സിനിമ ചെയ്യാം എന്നുള്ളതാണ്. 2-3 കാരണങ്ങളുണ്ടാവും. ഒന്ന്, അവരുടെ ഒരു നമ്മളൊരു കണ്ണാടി കൂട് പോലെ കരുതുന്ന അതിൻ്റെ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് പിറ്റേ ദിവസം പോലെ അതിൻ്റെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്നുള്ളതായിരിക്കാം. പിന്നെ നോർമൽ ഒരു ഡിപ്ലോമസി. പക്ഷെ അതർ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയാവുന്ന സമൂഹത്തിൽ ഏറ്റവും സ്വാധീന ശേഷിയുള്ള ആളുകളാണെന്നുള്ളത്. ഈ 16 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്, ഏറ്റവും കൂടുതൽ ദിവസം ഇടപെടുന്ന സഹതാരങ്ങൾ കൂടിയാണ്. അപ്പോൾ ഏത് നിലക്കായിരിക്കാം ആളുകൾക്ക് പ്രസന്റ് പൊളിറ്റിക്സിനെ കുറിച്ച്, അത് അത്രമേൽ വലിയ പ്രശ്നഭരിതമായിട്ടുള്ളതാണെങ്കിലും സഹജീവികളെക്കുറിച്ച് സംസാരിക്കേണ്ട, അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് തോന്നുന്ന ഘട്ടം വരുന്നത്? ജെൻഡർ മാത്രമല്ല, അതർ ലോട്ട് ഓഫ് മറ്റ് ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. ഐ തിങ്ക് പീസ് ഓഫ് മൈൻഡാണ് അവർ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ സംസാരിച്ചിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരിൽ തന്നെ ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും, I think one of the directors I worked with recently said that എൻ്റെ ഫോണിൽ ഒരൊറ്റ ന്യൂസ് ആപ്പ് ഇല്ല, ഞാൻ നോക്കാറില്ല, എനിക്ക് അറിയണ്ടല്ലോ എന്ന് പറയും. And all I have to say is that you can afford to do that, right? You clearly can afford to do that. And that's good for you that you can afford to do that. I can't do that because എന്നെ directly affect ചെയ്യുന്ന കാര്യങ്ങളാണ്. And I don't know, maybe ഇപ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ പ്രിവിലേജ് എന്നെ അത്രയും കുഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും സംസാരിക്കില്ലായിരുന്നു. ഞാൻ അങ്ങനെ അല്ലെങ്കിലും ഞാൻ സംസാരിക്കുമായിരുന്നു. യു നെവർ നോ. പക്ഷെ ഐ ഹാവ് റിയലി വിഷ്ഡ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് പീസ് ഓഫ് മൈൻഡ്. ഹൗ കെൻ യു ക്ലോസ് യുവർ ഐസ് ആൻഡ് യുവർ ഇയേഴ്സ് ആൻഡ് യുവർ മൗത്ത് ലൈക്ക് ദാറ്റ് ആൻഡ് സ്റ്റിൽ ഷോ അപ്പ് ഒരു പബ്ലിക് സ്പേസിൽ? നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഇമ്പാക്റ്റും ഇൻഫ്ലുവൻസിനെയും ഒരു ഏരിയയിലേക്ക് മാത്രം സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പം അത് ബേസിക്കലി നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ അവരോട് തന്നെ സംസാരിക്കണം എന്ന് പറയുന്നത്? നമുക്കതൊരു വലിയ റീസോഴ്സാണ്. കാര്യം അവർ പറയേണ്ട ഒരു ഒറ്റ ചെറിയ പരാമർശം അവർ പറഞ്ഞൊന്ന് പോയാൽ മതി, ഇങ്ങനെ ഇൻഡെപ്ത് സംസാരിക്കാൻ തന്നെ വേണ്ട, അത് മാസീവ് ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യും. സോ അതൊന്ന് ചെയ്തിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ
ഒരു ലോവർ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇൻ ടേംസ് ഓഫ് പ്രിവിലേജ് ആൻഡ് പവർ. നമ്മളെന്ന് പറയുമ്പോൾ എന്നെക്കാളും ലോവർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഐ എം സീയിങ് ദാറ്റ് ഓൾസോ. നമ്മളെല്ലാവരും കൂടെ എത്ര ഒച്ച വിളിച്ച് പറഞ്ഞാലും ഇല്ലാത്ത മാറ്റം ഒരൊറ്റ ആൾ അത് ശരി വെക്കുമ്പോൾ, അത് ശരിയാണ് അവർ പറഞ്ഞത് ശരിയാണെന്നുള്ളൊരു പരാമർശം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പോയാൽ മതി, എവറിബഡി സഡൻലി ടേക്കിംഗ് ഇറ്റ് വെരി സീരിയസ്ലി. അതായത് ഡിസിഷൻ മേക്കിംഗ് ആൾക്കാർ കേട്ടോ, ഞാൻ പറയുന്നത് പബ്ലിക് മാത്രമല്ല, ഇൻഡസ്ട്രിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് സഡൻലി വിൽ ടേക്ക് ഇറ്റ്. It has happened in one of the AMMA meetings, like where I believe me and Revati Chechi were talking a lot about the things that should actually happen. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞപ്പം one of the superstars there, I don't think that he will want his name out like this, but one of the superstar actually stood up and said, actually ഇവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ അതുവരെ അതിന് പുഷ് ബാക്ക് ഉണ്ടായിരുന്നു. അതുവരെ എവറിബഡി ഈസ് ലൈക്ക് നിങ്ങൾ എന്തിനാണ് ഇതിനെ ഇത്രയും ഇത് ചെയ്യുന്നത്, നമ്മളത് നോക്കിക്കോളാം, കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, കുടുംബമല്ല അസോസിയേഷനാണ്, പ്ലീസ് ബിഹേവ് ലൈക്ക് എൻ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദിസ് വൺ പേഴ്സൺ ജസ്റ്റ് ഹാഡ് ടു ഗോ ഓൺ സ്റ്റേജ് ആൻഡ് ബാക്കി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇവർ പറഞ്ഞതിലും കാര്യമുണ്ട്, ഇവരുടെ ഈ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, മുദ്രവത്തി ശരി വെച്ച് കഴിഞ്ഞു. സോ ഐ എം ലൈക്ക്, സോ യു റിയലൈസ് ഹൗ മച്ച് പവർ യു ഹോൾഡ്. ഓൾ യു നീഡഡ് ടു ഡു ദാറ്റ് വാസ് നിങ്ങളുടെ ഒരു വോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. നേരത്തെ നമ്മൾ ഈ 5 മണിക്കൂർ ഇട്ടിട്ട് ഒച്ചിട്ടേണ്ട ആവശ്യമില്ല. സോ ഐ എം സേയിങ്, ഇപ്പം ഹോളിവുഡിലൊക്കെ ഐ ഹേർഡ് ദാറ്റ് ലാലാ ലാൻഡിൽ എമ്മ സ്റ്റോണിന് കിട്ടുന്ന അതേ പേയ്മെൻറ്റ് ഞാൻ എടുക്കുള്ളൂ എന്ന് റയൻ ഗോസ്ലിംഗ് സൈഡ്, ഓർ ബെനഡിക്റ്റ് കംബർബാച്ച് ഇസ് സേയിങ് ദാറ്റ്. ഐ എം സേയിങ് ഹൗ മച്ച് ഓഫ് ഇറ്റ്, ഇപ്പം നമ്മൾ ഒരു എമൗണ്ട് കൂട്ടി ചോദിക്കുമ്പം ദാറ്റ്സ് ഓൾവേസ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റില്ലല്ലോ, പക്ഷേ അതില്ല എന്ന് പറയും. അവർക്ക് അവർ പക്ഷേ ഒരു ഹിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് നെവർ ക്വസ്റ്റ്യൻഡ്. So I'm saying, how much can you at least at one point when you can make a shift from where you the where ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കണ്ട, maybe it is pay parity that you can, pay disparity easily you can actually do that. So I feel like, yeah, I don't know, so it bothers me. അപ്പോൾ ഇപ്പോഴൊക്കെ എന്നോട് പലവരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ പ്ലീസ് അവരോട് പോയി സംസാരിക്കും. ഐ എം ടയർഡ് ഓഫ് സെയിങ് ദ സെയിം തിങ്സ്. ഐ എം ടയർഡ്, ഐ എം എക്സോസ്റ്റഡ്, ഐ എം ഡിസപ്പോയിൻറ്റഡ്, മൈ മെൻ്റൽ ഹെൽത്ത് ഗോസ് ഫോർ എ ടോസ്. അപ്പം നിങ്ങൾ ഇവരോടും കൂടെ ചോദിക്കൂ. കാര്യം ഡിസിഷൻ മേക്കിംഗ് ആൾക്കാർ ഇവരാണ്, മെയിൻലി മണി ഹോൾഡിംഗ് ആൾക്കാർ ഇവരാണ്. They are the ones deciding what kind of movies maximum gets capital entirely they are the ones taking that. അപ്പം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയില്ല. So അപ്പം my question to reporters is that why aren't you naming them? Why aren't you saying ഇത്ര ആൾക്കാരോട് ചോദിച്ചു, ഇവർ നോ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. So when do they choose to speak about feminism? You'll always notice it's sometime around their release of the film. അതിനെ പറ്റിയിട്ട് ഒരു വാക്ക് about some wokeness will come from one of the superstars, and then after that it's gone. ഈ 100 കോടി to 1000 കോടി കളക്ഷൻ എപ്പോഴും ഇപ്പം നമ്മൾ അലിയ ഭട്ടിന്റെ ഒരു ഗംഗുബായ് ഇതിനപ്പുറത്ത് അത് മെജോറിറ്റി ഇത് ചെയ്യുന്നത് നമ്മൾ മെയിൽ ആക്ടേഴ്സിന് ഇതാണ്, സൂപ്പർ സ്റ്റാർസ് ആണ്. അവർ ഏതെങ്കിലും തരം എനിക്കൊന്നും അവർ വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റിനപ്പുറത്ത് ഈ പറഞ്ഞ അവരുടെ ചുറ്റുവട്ടത്തെ അനീതിയെക്കുറിച്ചെങ്കിലും സിനിമയിലെ ഹീറോ അല്ലാതെ റിയൽ ലൈഫിൽ സംസാരിക്കാൻ തുനിഞ്ഞാൽ അവർ നഷ്ടമാകുന്നത്, ഈ പീസ് ഓഫ് മൈൻഡിനപ്പുറത്ത് അവർ നഷ്ടമാകുന്നത് മീൻസ് എത്ര കാലം പേടിച്ചിരിക്കാൻ പറ്റുമെന്നാണ് വരുന്നത്. കാരണം എനിക്കൊന്നും അങ്ങനെ എല്ലാ കാലത്തും നിശബ്ദരാവാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് ടൈം വിൽ ടെൽ. ഇപ്പം തന്നെ കളക്റ്റീവ് ഫോമായി. കളക്റ്റീവിന് മുമ്പ് തന്നെ ഞാനും വേറെ പലവരും റിമേം അവരൊക്കെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നില്ല സംസാരിക്കണം. പക്ഷേ ഇറ്റ് ടുക്ക് മേ ബി എ ഡെക്കേഡ് ഓഫ് ടോക്കിംഗ്. ഇപ്പോൾ ഈ ഒരു HC ഓർഡർ കിട്ടുന്നവരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ ടൈം ലൈൻ ഇസ് ലൈക്ക് 10 years until some solid action happening. 5 വർഷമായിട്ട് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇതുവരെ അതിനൊരു ആക്ഷൻ നടന്നിട്ടില്ല. സോ ഐ തിങ്ക് ഇറ്റ് വിൽ കം ടു എ പോയിന്റ് വേർ ദേ കാൺ കീപ് ക്വയറ്റ് എനിമോർ. പക്ഷേ അതിന് everybody is responsible. Like media is also majorly responsible. Like to make sure that they are answerable is very important. ഞാൻ പറയുന്നത് assault ചെയ്യണം, ambush ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, but getting some conversation out of it. കാര്യം ദാറ്റ്സ് ഓൾസോ എ വെരി ട്രിക്കി വേ ഓഫ് ഡൂയിങ് ദിസ്. ലൈക്ക് ഇപ്പം എന്നോട് നേരിട്ട് ചോദിക്കാം, ചില ടോപ്പിക് എന്നോട് പറയാം, ലൈക്ക് യെസ് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് വന്ന് നിൽക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ഞാൻ എൻ്റെ കരിയറിന് തന്നെ നല്ലൊരു ബ്ലോ കൊടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു ഫിയർ ഇല്ലാതെ ബേസിക് തിങ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരോട്, ദ ഫാക്ട് ദറ്റ് യു ടോക്ക് അബൌട്ട് ദിസ്, നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചു, നമ്മൾ ഫിലിം എടുക്കേണ്ടത്, നമ്മളുടെ ഫിലിം ഹിറ്റാവുന്നു, ഏത് ലൈക്ക് ദ മൈനോറിറ്റി എനിബഡി മേക്കിംഗ് എ ഫിലിം, അതും നിങ്ങളിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല. സോ ദർ ഇസ് നോ നീഡ് ഫോർ യു ടു ബി സോ സ്കെയർഡ് ടു നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. One of the superstars that
from the industry had once told me, I wish you would smile more, Parvathy. I wish you would be more happy, Choose your peace of mind over other things. And my answer was, you think I haven't tried? Like, I have tried to keep quiet. I have tried to sometimes choose just complete silence. Until I realized that എനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ I would like to turn around and then think that ആരെങ്കിലും ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. I am just being what I want. എനിക്ക് എന്താണോ കിട്ടാൻ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ ആയി മാറാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. If that means lesser peace of mind but more ഒരു it's a different kind of peace of mind. It's the peace of mind that makes you feel more human a little. I feel like maybe I don't smile as much, but maybe it's okay. Maybe I'm not smiling. ബാക്കി എല്ലാവരും suffer ചെയ്യുമ്പോൾ I don't need to smile. It's okay. So അങ്ങനത്തെ decisions and all are individual decisions to be made, Maneesh. I feel like you can't force people to make that right choice. ഈ 2014 പിന്നെ അടൂർ കമ്മിറ്റി റിപ്പോർട്ട്. അടൂർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് മലയാള സിനിമയിൽ ആമുഖത്തിൽ അതിൻ്റെ തുടർന്നുള്ള റിപ്പോർട്ടിലൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ ചില അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അതിന് അത്ര മോശം പ്രവണതകളെ അതിജീവിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു റെഗുലേറ്ററി സംവിധാനം വരുന്നതാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ 8 വർഷം കഴിഞ്ഞു. ആ റിപ്പോർട്ട് അതേപോലെ അവിടെ അടിയിരിക്കുകയാണ്. അത് അടൂരും ഷാജിയൻ കരുൺ അടങ്ങുള്ള ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കൂടി കോൺട്രിബ്യൂഷൻ അവരുടെ വലിയ റിസർച്ചിൽ. ഇതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നു. ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനവും ഏറ്റവും ഗൗരവം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാർവതിയുടെ ഈ അടുത്ത് സൂര്യ ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ളത് പല വിഗ്രഹങ്ങളും വീണുടയും എന്നുള്ള ഭയത്തിലായിരിക്കാം സർക്കാർ ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ അത്തരം വിഗ്രഹങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അത് ഉടയരുതുണ്ട് എന്ന് കരുതുന്നൊരു ഭരണകൂടത്തിൻ്റെ താല്പര്യം അതായിരിക്കാം ഇതെല്ലാം മറച്ചു വെച്ചേക്കാം. അതിലേക്ക് ശ്രദ്ധ പോകേണ്ടെന്ന് തീരുമാനത്തിൽ പിന്നിലെന്ന് തോന്നുന്നുണ്ടോ? So like lots of theories. ഇതിനെപ്പറ്റി ഒരുപാട് തിയറീസ് നമുക്ക് ഉണ്ടാവാം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീപക്ഷ സിനിമകൾ കൂടി വരുന്നതോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് നടക്കുന്നതൊക്കെ ഈസ് ഓൺലി വെൻ പവർ ഇസ് അറ്റ് സ്റ്റേക്ക്. സോ എനിക്ക് ആക്ച്വൽ ആക്ഷൻ കാണണം, വേർ ബെനിഫിറ്റിംഗ് മാത്രം നടക്കാതെ ആക്ച്വൽ ആക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഫാർ ഈ പാറ്റേൺ വെച്ച് നോക്കുമ്പം എന്താ പറയുക, ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഇസ് യൂസ്ഡ് ബൈ മെനി പീപ്പിൾ ആസ് എ വേ ടു ജസ്റ്റ് ലൈക്ക് മേ ബി ഗെറ്റ് മോർ വോട്ട്സ് ഓർ ഗെറ്റ് മോർ അറ്റൻഷൻ ടു ദെംസെൽവ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതിനൊരു ആക്ച്വൽ ഒരു ഡിസയർ ടു സീ ചേഞ്ച് എന്നുണ്ടോ എന്നുള്ളതിനെ പോലും ഇത് നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആരെയും അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഐ എം സേയിങ് യു ആർ വേസ്റ്റിംഗ് മൈ ടൈം, യു ആർ വേസ്റ്റിംഗ് മൈ ലൈഫ്. And I have every reason to be angry because of that. And when I say you're wasting mine, I'm saying all of us. All of us are sitting here and saying നമുക്കുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് തരൂ, നമ്മുടെ അവകാശമാണ്. അതൊരു പോളിസിയാക്കി മാറ്റാനോ ഒരു ടീം ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ വിത്തിൻ എ ഫ്യൂ മന്ത്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേറെ എന്തൊക്കെ ബില്ലുകൾ പാസ്സാവുന്നു ഇവിടെ നമ്മൾ അറിയുന്ന പോലും ഇല്ല, അതിന് മുമ്പേ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടാവും. സോ ദിസ് ക്ലിയർലി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇനഫ് ഫോർ ദം. അപ്പം ഉള്ളതുപോലെ പറയുക ഇപ്പം. സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു യു. ഐ തിങ്ക് 5 വർഷം 4 വർഷം ഇതിന് വെയിറ്റ് ചെയ്യുക, 8 വർഷം മറ്റേതിന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൈം നിങ്ങൾക്ക് ഡിസ്പെൻസിബിൾ ആണ്. നമ്മളുടെ ടൈമിന് നിങ്ങൾക്ക് വിലയില്ല. ദ ഫാക്ട് ദറ്റ് വി ആർ ലിവിങ് വെയിറ്റിംഗ് ഫോർ സം ബേസിക് ഡീസൻസി ടു ബി പ്രൊവൈഡഡ് ടു അസ് ബിക്കോസ് എന്താ കോൺസിക്വൻസ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് പേടിയില്ല അവർക്ക്. റൈറ്റ്? ബി ദി ഇൻഡസ്ട്രി, ബി ദ ഗവൺമെൻറ്, എനിത്തിങ്. ഇൻഡസ്ട്രിയിൽ അറ്റ്ലീസ്റ്റ് നൗ ഫ്രം ഹിയർ ഓൺ ഫോർത്ത് കോൺസിക്വൻസ് ഉണ്ടാവും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. സോ വെദർ ഇറ്റ് ബി ജസ്റ്റ് ഹേമ ലിസണിങ് ടു അസ് ഓർ നോട്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് അവർ ഫൈറ്റ് ഫോർ ദിസ്. സോ ദാറ്റ്സ് എ മേജർ റിയലൈസേഷൻ. കാര്യം നമ്മൾ എത്ര ഹോപ്പ്ഫുൾ ആണെങ്കിലും ഇറ്റ്സ് നോട്ട് മീ ബീങ് സിനിക്കൽ ആവാൻ ഞാൻ ശ്രമിക്കുകയല്ല. ദിസ് ഇസ് മീ ബീങ് വെരി റിയലിസ്റ്റിക്. ലൈക്ക് അറ്റ് ദിസ് പോയിന്റ് ഐ എം ലൈക്ക് എനിക്കിനി ഡിസപ്പോയിൻറ്റഡ് ആവാൻ ഇനി എന്നെ സെറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാനിത് പറയുമ്പോഴും നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴും ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഓഡീഷൻ റൂം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫേക്ക് ഓഡീഷൻ നടക്കുന്നുണ്ടാവും. ദർ വിൽ ബി വൺ ഗേൾ ഹൂ ഇസ് പ്രോബബ്ലി റൂം ലോക്ക് ചെയ്തിട്ടിരിക്കും ബിക്കോസ് ഇഫ് ഷീ ഓപ്പൺസ് ദ ഡോർ ദർ വിൽ ബി സംബഡി സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ബിക്കോസ് ദേ ക്യാൻ.